ആപ്പിൾ ഇന്ത്യയിൽ 2020 ആപ്പിളിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം 2023 ആപ്പിൾ BKCയിൽ ആപ്പിളിൻ്റെ ഫസ്റ്റ് ആപ്പിൾ ഒഫീഷ്യൽ സ്റ്റോർ ഓപ്പൺ ചെയ്തു. അങ്ങനെ നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ ആപ്പിൾ സ്റ്റോർ ആപ്ലിക്കേഷൻ ഇന്ത്യയിലേക്ക് ഓപ്പൺ ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും, ഇതിനെപ്പറ്റിയെല്ലാമാണ് വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആപ്പിൾ സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ അതിൽ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് ടാബ് വ്യൂ എന്ന് പറയുന്നത് ഫോർ യു എന്ന് പറയുന്ന ഈ ഒരു ടാബാണ്. ഇതിലാദ്യം നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ നമ്മൾ റീസെൻ്റ്ലി വ്യൂ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ടോപ്പിലെ ഈ ഒരു റീസെൻ്റ് ആക്ടിവിറ്റിയിൽ വരുന്നത്. സോ അവിടുന്ന് തന്നെ നമുക്ക് എന്താണോ നമ്മൾ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരുന്ന ആ ആക്ടിവിറ്റിയിലേക്ക് വളരെ ഒറ്റ സിംഗിൾ ടാപ്പിലേക്ക് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കമ്പയർ ചെയ്യണം, ഐഫോണാണ് ഇവിടെ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. സോ 2 ഐഫോണുകൾ നിങ്ങൾക്ക് മോഡൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അത് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ നമുക്ക് ഡിവൈസുകൾ കമ്പയർ ചെയ്യാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഇവിടെ ഡിസ്പ്ലേ, ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഒരു ഓപ്ഷനാണ്. ആൻഡ് ഇനി ആഫ്റ്റർ കമ്പാരിസൺ അല്ലെങ്കിൽ ഈ ഒരു കമ്പാരിസൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഈ ഒരു ഷെയർ ഷീറ്റ് ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇതിലെ രണ്ടാമത്തെ ടാബ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ്സ് ടാബാണ്. അതിൽ അഫ്കോഴ്സ് ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ കാണും, നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ആപ്പിൾ വാച്ച് സെലക്ട് ചെയ്തു. ആപ്പിൾ വാച്ച് സെലക്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ സീരീസ്, അത് ഏതൊക്കെ മോഡലുകളിൽ നമുക്ക് അവൈലബിൾ ആണ്, 3 മോഡൽസ് ഉണ്ട് കറൻ്റ്ലി. അതോടൊപ്പം അതിൻ്റെ ആക്സസറീസ്, നമുക്ക് ബാൻഡുകൾ കാര്യങ്ങളൊക്കെ കാണാനുള്ള, അല്ലെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടുന്ന് തന്നെ അറിയാൻ സാധിക്കും. ഇനി ഇവിടുന്ന് താഴത്തേക്ക് പോകുമ്പം ഈ ആപ്പിൾ വാച്ചിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഗൈഡ്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകാൻ സാധിക്കും. ഏറ്റവും താഴെയാണ് ഈ ഒരു ആപ്പിൾ വാച്ചിൻ്റെ പല മോഡലുകൾ, സീരീസ് 10, ആപ്പിൾ വാച്ച് അൾട്രാ 2, ആപ്പിൾ വാച്ച് SC, അതോടൊപ്പം തന്നെ വാച്ച് ആക്സസറീസ്, കേബിൾ, സ്ട്രാപ്പുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഏറ്റവും താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഇതിനെപ്പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കോൾ ചെയ്യാനുള്ള ഒരു ആക്ഷൻ ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാം, ആപ്പിൾ സ്പെഷ്യലിസ്റ്റിനോട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സംസാരിക്കാൻ സാധിക്കും. അതൊരു ഉപകാരമാണ്. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടാത്ത കുറച്ച് എസെൻഷ്യൽ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ 20 വാട്ട് അഡാപ്റ്റർ, ബാക്കിയുള്ള ആക്സസറീസ്, ഫിറ്റ്നസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിലേക്ക് നിങ്ങൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ പ്രോഡക്റ്റുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാക് ഉണ്ട്, അവിടെയും ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഏതൊക്കെ മോഡൽസ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പം മാക് മിനി ഞാനിവിടെ ചൂസ് ചെയ്തു. അതിൽ നമുക്ക് ഏതൊക്കെ ചിപ്പ് സെറ്റിൽ ഈ മാക് മിനി അവൈലബിൾ ആണ്. M4 Pro ഉണ്ട്. ഇവിടെയാണ് നമുക്ക് കോൺഫിഗറേഷൻ കസ്റ്റമൈസേഷൻ്റെ ഒരു ഉപകാരം നമുക്ക് വരുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പല ഓപ്ഷൻസും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ M4 ചിപ്പിൻ്റെ കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ കാണാം. അതോടൊപ്പം മെമ്മറി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഓപ്ഷൻ അല്ലെങ്കിൽ സൗകര്യം ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ലഭിക്കുന്നതാണ്. അവസാനം ആഡ് ടു ബാഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ബാഗിലേക്ക് ഇവിടെ ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് ടാബിനകത്തുള്ളത്. ഈ പ്രോഡക്റ്റ് ടാബിൽ താഴത്തേക്ക് പോകുമ്പം ആക്സസറീസും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിനാണ് ആക്സസറി ഓപ്ഷൻ അവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മാക്സേഫിൻ്റെ ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാക്സേഫ് ആക്സസറീസ് എല്ലാം തന്നെ, അത് ഇൻക്ലൂഡിങ് ഐഫോണിന് മാത്രമല്ല ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ആവശ്യമുള്ള മാക്സേഫ് ആക്സസറീസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അത് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണെന്നാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലിസ്റ്റ് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ വാച്ച് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പം ഏറ്റവും താഴെ നമുക്ക് വെയ് ടു സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ട്രേഡിംഗ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിവൈസുകൾ ഡയറക്റ്റ്ലി ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യണം, ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ഐഫോൺ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് നമുക്ക് 15 Pro Maxന് എത്രയാണ്, അതിൻ്റെ പ്രൈസ്, നിങ്ങളുടെ ഇരിക്കുന്ന ഡിവൈസുകൾ ഇപ്പം 12 mini ഉണ്ടെന്നുണ്ടെങ്കിൽ 17,000 rupees അതിൻ്റെ ആപ്പിൾ ട്രേഡിംഗ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പ്രൈസ് കറക്റ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ആപ്പിൾ പറയുന്ന പോലത്തെ കണ്ടീഷനിലായിരിക്കണം. അതിന് ക്രാക്കോ ഡാമേജസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് വീണ്ടും കുറയുന്നതാണ്. ഇനി ഷോപ്പ് ഐഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ പേജിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി
ആപ്പിളിൻ്റെ വെബ്സൈറ്റ് ത്രൂ എന്തെങ്കിലും ഒരു ട്രേഡിംഗ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം അതെങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ആപ്പിൾ ഐ ഡി, നിങ്ങളുടെ ആപ്പിൾ ഐ ഡി ആയിട്ടാണ് അത് ലിങ്ക് ചെയ്തേക്കുന്നത്. സോ അതിലൂടെ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓൺലൈൻ ത്രൂ എങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യുന്നത്, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഇൻ സ്റ്റോറിലേക്ക് പോയാൽ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ട്രേഡിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തിരിക്കുന്ന ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന EMI ഓപ്ഷൻസ്, അതോടൊപ്പം തന്നെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരൊറ്റ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ വേറെ എവിടെയും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഈ ഒരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഐഫോൺ ഓഫേഴ്സ്, മാക് ഓഫേഴ്സ്, ഐപാഡ്, ഇങ്ങനെ ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണ്, എത്ര ക്യാഷ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാവുന്നതാണ്. ഈ താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ EMI ഓപ്ഷൻസ് എങ്ങനെയാണ്, അത് ഏത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡാണോ അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിന് എത്ര എമൗണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ എത്രയായിരിക്കും EMI വരുന്നതെന്നുള്ള കാൽക്കുലേറ്റർ പോലും ആപ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഗോ ഫർദർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഫർദർ അതിൽ ആപ്പിളിൻ്റെ ഓരോ ടിപ്സും ട്രിക്സും ഒക്കെയാണ്, അതായത് OS വൈസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴെ സപ്പോർട്ട് ഫോർ യുവർ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളുടെ എല്ലാം ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ നമ്മളുടെ ഡിവൈസിന് ഏതൊക്കെ ഡിവൈസുകൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് വേണം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. iPhone 16 Pro ഞാൻ എടുക്കുമ്പോൾ അതിൽ ആപ്പിൾ കെയറിൻ്റെ ആ ഒരു സർവീസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആപ്പിൾ കെയർ എന്നാണ് എക്സ്പയർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അടുത്ത ഡിവൈസ്, ഇതൊന്നും ഇല്ലാത്ത ഡിവൈസ് എടുക്കുമ്പോൾ നമുക്ക് കാണാം ഫൈൻഡ് മോർ ഓപ്ഷൻസ് ഇൻ ആപ്പിൾ സപ്പോർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഫോൺ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആപ്പിൾ കെയർ പ്ലസോ അല്ലെങ്കിൽ ആപ്പിൾ കെയറോ ഉള്ള ഡിവൈസുകൾക്ക് നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ യൂസ് ചെയ്യാം. അതിനുള്ള കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ താഴെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ സെർച്ചിനകത്ത് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സെർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ബാഗ് ഓപ്ഷനാണ്, നമ്മൾ സേവ് ചെയ്യുന്ന ആക്സസറീസ് അല്ല എന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റുകൾ നമ്മുടെ ഈ ബാഗിലാണ് നടക്കുന്നത്. പിന്നെ ചെക്കൗട്ടിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെക്കൗട്ട് ചെയ്ത് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെക്കൗട്ടിൽ ഞാൻ കൊടുത്തു, നമ്മുടെ ഫേസ് ID ആണ് ഡിറ്റക്റ്റ് ചെയ്തേക്കുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ പിൻ കോഡ്, ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് പിൻ കോഡ് കാണാം. ആൻഡ് പിക്കപ്പ് ആണോ, സ്റ്റോർ പിക്കപ്പ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി ആണോ, അതിൻ്റെ ഡെലിവറി ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എത്രയാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്നതിന് ശേഷം പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ ലൈവ് സ്റ്റാറ്റസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. അതായത് നമ്മളുടെ ഡിവൈസ് എവിടം വരെയായി അതിൻ്റെ കൃത്യമായിട്ടുള്ള ട്രാക്കിങ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഫോർ വ്യൂയുടെ ഓപ്ഷനിൽ പോയാൽ ഏറ്റവും ടോപ്പിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പ്രൊഫൈലുണ്ട്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ആപ്പിൾ ID ഉപയോഗിച്ച് തന്നെ വേണം നിങ്ങൾ സൈൻ ഇൻ ചെയ്യാൻ. അതിൽ നിങ്ങൾക്ക് കാണാം റിസർവേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. നമ്മളിപ്പം ആപ്പിൾ സ്റ്റോറിൽ ഇപ്പം ഡൽഹിയിലും മുംബൈയിലും ഒക്കെ ആപ്പിളിൻ്റെ സ്റ്റോറുണ്ട്. അവിടെ എല്ലാ ദിവസവും എന്തെങ്കിലും പ്രോഗ്രാംസ് അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചിങ് ക്ലാസ്സുകൾ ഒക്കെ കാണും. അപ്പോൾ അതിൽ എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു റിസർവേഷൻ ലിസ്റ്റിലായിരിക്കും വന്ന് കിടക്കുന്നത്. സോ അതിൽ നിങ്ങൾക്ക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ കൊടുക്കുന്ന ഓർഡേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഡിവൈസുകൾ ഏതൊക്കെയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിൾ ഡിവൈസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആപ്പിളിൻ്റെ സർവീസുകൾ ഏതൊക്കെയാണ്. ഞാനിവിടെ ആപ്പിൾ വൺ സബ്സ്ക്രിപ്ഷനാണ് എടുത്തേക്കുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് അതും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കാണാം. പ്രൈമറി ഷിപ്പിംഗ് അഡ്രസ്സ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഇതാണ്, എസ്പെഷ്യലി അനാലിറ്റിക്സ് പോലത്തുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്യാം. സോ ലിറ്ററലി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വേറെ ഒരു ആപ്ലിക്കേഷന് സഹായമില്ലാതെ വേറെ എവിടെയും പോകാതെ ഓഫേഴ്സ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അത് പർച്ചേസ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ, ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ആപ്പ് സ്റ്റോർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Until then, peace.